നീ ഫൈൻ ഫൈവിൽ വന്നതിന്റെ അഹങ്കാരം നീ കാണിക്കുന്നത്. പിആറിന്റെ ബലത്തിലാണോ ഇഷ്ടമുള്ള ചെയ്യുന്നത്? സ്വഭാവം മനസ്സിലായി. തനി കുണം മനസ്സിലായി. ദൈവം തന്നെ കാണിച്ചു തന്നത്. ജെനുവിനായിട്ടുള്ള റിലേഷൻഷിപ്സ് കിട്ടണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം. കറുത്ത മനസ്സായിട്ട് വന്നാലും നിനക്ക് കിട്ടില്ല. എനിക്ക് മനസ്സിലായി. ഇതുകൊണ്ടെല്ലാം മനസ്സിലായി. നിന്നെ മനസ്സിലാക്കണം നാട്ടുകാരെ മുന്നിൽ. എല്ലാം കൊള്ളാം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്ത് തൊള്ളയുന്നാവാണ് എന്റെ പൊന്നാതില. അതേപോലെ തന്നെ എന്റെ അനുമോളെ നൂറ, ഈ ഒരു സീസൺ നല്ല അടിപൊളിയായിട്ട് നശിപ്പിച്ച് കൈ തരാൻ നിങ്ങൾ മൂന്നാളെ കൊണ്ട് നല്ല പോലെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 1.5 ആഴ്ച സന്തോഷത്തോടു കൂടി പോകേണ്ട സമയത്ത് അടി പിടി എന്ത് എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവാണ്. അതായത് അനുമോൾക്ക് PR ഉണ്ട്, ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. അതിൽ പൈസ കൊടുത്ത PR ഉണ്ട്, ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ PR ഉണ്ട്. ഇവിടെ ആദിലയ്ക്കും നൂറയ്ക്കും PR ഉണ്ട്. അത് പണം കൊടുത്ത് വാങ്ങിയ PR-ഉം പിന്നെ കുറെ ആളുകൾ മഴവില്ല് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയിട്ടുള്ള ഒരു PR-ഉം. അങ്ങനെ PR-കൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അനുമോൾ എന്ന് പറയുന്ന ഈ വ്യക്തിയിലേക്ക് ഈ പറയുന്ന 2 ടീംസ് ഉണ്ടല്ലോ, ഈ പൂമ്പാറ്റകൾ എത്തുന്നത് തന്നെ അനുമോൾക്ക് നല്ല പിൻബലമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇവരുടെ 2 പേരുടെ ഒരു സ്വഭാവ ഗുണം നമുക്കൊന്ന് കാണാം. മാറിയിരുന്ന് കാർക്കിച്ചു തുപ്പൽസ്. ഇത്ര കണ്ണിക്കടിയുള്ള ആളാണ് നമ്മളോട് ചിരിച്ച് കളിച്ച് ഫ്രണ്ടായിട്ട് നടന്നത്. എന്തിനാ ബേബി ഇവരൊക്കെ നമ്മളുടെയൊക്കെ എന്ത് കണ്ടിട്ടാണ്? സെയിം കണ്ടിട്ട് നമുക്ക് വീട്ടിൽ കുക്കറിൽ അരിയിലിട്ട് പുഴുങ്ങി കഴിക്കാൻ വേണ്ടിട്ടാ. എനിക്കും അങ്ങനെ ചോദിക്കാളൂ, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് വെറുതെ അനുമോളുടെ പിന്നാലെ പോയിട്ട്? ഫെയിം കണ്ടിട്ട് തന്നെ ആ കുക്കറിൽ അരി വേവിക്കാൻ തന്നെയാണെന്ന് അരി ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അനുമോൾക്ക് നല്ല പിൻബലമുണ്ട്, അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിലൊക്കെ ഉണ്ട്, ജനങ്ങൾ അവരെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേര് അവിടെ പോയിട്ട് നിന്നിട്ടുള്ളത്. ഇപ്പോ ടിസ്റ്റ് ഞാൻ പറഞ്ഞത് 3 സ്റ്റാൻഡാണ് അതിലേക്കാന്നുള്ളത്. ഇതൊക്കെ വീട്ടില് എന്റെ മകനെയാണ് ഇങ്ങനെയാണ് എല്ലാം ഒരു കള്ളത്തരല്ലേ, മറ്റുള്ളവരെ കണ്ട് പൊടിയിടാനായിട്ട്. എന്നോട് പറയാം, ഇപ്പോൾ ഞാൻ പറയാട്ടോ, ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്സ് എടുക്കണ്ട. ടോപ്പ് 5 എത്തിയപ്പോ നൂറയുടെ സ്വഭാവത്തിൽ നല്ല അഹങ്കാരം വന്നിട്ടുണ്ട്. അവൾ ടോപ്പ് 5 എത്തിയത് കൊണ്ട് ഈ പറയുന്ന ആദിലേക്കും നല്ല അഹങ്കാരം വന്നിട്ടുണ്ട്. പണപ്പെട്ടി എന്തായാലും ഞാൻ എടുക്കാം, നീ അവിടെ എത്തിയാലും മതി എന്ന് പറഞ്ഞ ആദിലേക്ക് ബിഗ് ബോസ് അപ്പൊ തന്നെ ഒരു പണിയും കൊടുത്തു. പണപ്പെട്ടി എന്ന പരിപാടിയുടെ കൺസെപ്റ്റ് അങ്ങനെ മാറ്റിക്കളഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ആഴ്ച പുറത്തു പോകുന്ന സമയത്ത് വട്ടം നോക്കി അയ്യോ പണപ്പെട്ടി ഉണ്ടെങ്കിൽ അത് എടുത്ത് വരുന്നേന്ന് തോന്നുക. എന്താണ് അടിപൊളി. എന്തായാലും വീട്ടിലേക്ക് ഇവരെ ക്ഷണിച്ചത് പോലും ഫേക്ക് ആയിട്ടാണ് അത്ര അവർക്ക് തോന്നിയിട്ടുള്ളത്. ലാലേട്ടൻ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണെന്നൊന്ന് ഓർത്താ കൊള്ളാം. ഞാൻ ഇവിടെ വന്നെന്തിനാ? ഗെയിം കളിക്കാനോ? അല്ലെങ്കിൽ ആരെയും ഫ്രണ്ട്ഷിപ്പ് കൂടാനോ പ്രീതിപ്പെടുത്താനോ ആരെയും തെറ്റുകൾ ശരിയാക്കാനോ ഒന്നുമല്ല. ഞാൻ എന്റെ പാർട്ട് കഴിഞ്ഞു, ഞാൻ ഇറങ്ങും, ഞാൻ പോകും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചില ആളുകൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് സുഹൃത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പിന്നിൽ നിന്ന് കുത്തിക്കിട്ട് ആ കസേരയിൽ വന്നിരുന്ന ആടിയിട്ട് ഡയലോഗ് അടിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് അവരുടെ ഇടയിൽ അനുമോള് പോയിട്ട് ഇരുന്നത്. അതൊക്കെ ആരും ഇടക്കിടക്ക് ചർച്ച ചെയ്യാറുണ്ട്. അവരിടയിൽ പോയി ഇരുന്നത് അവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണെന്ന് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ചൊറിയാറുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അനുമോളുടെ അടുത്തേക്ക് ഇവർ എന്തിനാ പോയത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. എത്തേണ്ടടുത്ത് അവരെത്തി. ഇനിയിപ്പോ എന്തിന്? തിരിച്ചു അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, അതിനൊരു തർക്കം വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തന്നെ. അനീഷേട്ടന് പിന്നെ കുറച്ചു നേരം മിണ്ടാതിരുന്നില്ല, അത് പറ്റി ഷാനവാസ്കൊക്കെ സംസാരിച്ചപ്പോ ഒന്നും മിണ്ടാനില്ലേ? ഷാനവാസ്ക ചോദിച്ചു തന്നെ ഇത് രാത്രി പിന്നെ ഇതിനെ ബെഡും കൊണ്ട് ചാടി വന്ന് മിണ്ടിയത് എന്ത് കണ്ടിട്ടാണ്? ആൾക്കാര് കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ കോണ്ടന്റ് ബേബി. ഈ കാണിക്കുന്ന അഭിനയം, കരച്ചിലും, ഈ സ്നേഹവും, ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇവക്കൊക്കെ ഈ കോണ്ടന്റ് ആൾക്കാരെ പ്രീതിപ്പെടുത്താനും എല്ലാം അഭിനയ. കർമ്മ, സീരിയസ്ലി ബിലീവ് ഇൻ കർമ്മ. നമ്മൾ ഒരു സാധനം ജെനുവിൻലി കൊടുക്കുമ്പം തിരിച്ച് നമുക്ക് ബാക്ക് സ്റ്റാബ് കിട്ടുമ്പം ഐ ജെനുവിൻലി ബിലീവ് ഇൻ കർമ്മ. അതന്നെ എനിക്കും പറയാനുള്ളത്. ജെനുവിൻലി ബിലീവ് ഇൻ കർമ്മ. ആ കർമ്മ നിങ്ങളുടെ ചുറ്റും തന്നെ കിടക്കുന്നുണ്ട്. അത് ഇനി പുറത്തെ ലൈഫിൽ നമ്മൾ കണ്ടതുമാണ്, അകത്തെ ലൈഫിൽ ഇപ്പൊ കാണാൻ കിടക്കുന്നുള്ളൂ. ടോപ്പ് 5 എത്തി എന്ന രീതിയിൽ ഭയങ്കര അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അനുമോളുടെയും അനീഷേട്ടന്റെയും ഷാനവാസ്കന്റെയും അക്ബറിന്റെ ഒക്കെ ആ ഒരു വോട്ടിങ്ങിന്റെ അടുത്ത് പോലും നൂറയുടെ വോട്ട് വരില്ല. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാൽ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ LGBT നിങ്ങൾ ജയിപ്പിച്ചു, ഞങ്ങളുടെ ഒരു മറ്റു സംഭവമാണെന്നൊക്കെ പറയും. അത് ഓൾറെഡി ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത് വിജയിപ്പിക്കില്ല. സ്വന്തം മക്കള് ഈ ഒരു രീതിയിൽ ആവരുതെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഒരിക്കലും അവർ വോട്ട് ചെയ്യില്ല. നേരെ തിരിച്ച് കാലങ്ങളായിട്ട് ഇവർ കണ്ടുവന്ന ആളുകളിൽ ഒരാളാണ് അനുമോള്.
രണ്ടാമത് അനീഷേട്ടൻ അവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള മനുഷ്യനാണ്. ഷാനവാസിനെ നമ്മൾ ഒരുപാട് സീരിയലിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട്. അക്ബറിന്റെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട്. അയാൾ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിൽ ആ പാട്ടുകൾ കിടക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ വോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ ഇങ്ങനെ ആവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ LGBTQ വേണ്ടിയിട്ട് ആരും വോട്ട് ചെയ്യില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. അത് കർമ്മയാണെന്ന് മനസ്സിലാക്കണം. എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ നെഗറ്റീവ് അവളുടെ സൈഡിൽ ഉണ്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ അതൊക്കെ ഓക്കെ ആക്കി പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടേ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്തല്ല. പക്ഷേ ഇവളുടെ എന്ത് കണ്ടിട്ടാ എനിക്ക് ചിരി വന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഏറ്റവും കൂടുതൽ ഇവരെ ഉപദേശിച്ച് നേരാക്കിയിട്ടുള്ളത് അനുമോളാണ്. നിങ്ങൾ ലൈവ് കണ്ടവർക്കും മനസ്സിലാവും, അതുപോലെ ഈ എപ്പിസോഡ് കണ്ടവർക്കും മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ലൈഫ് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തി അനുമോളാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയാണ്, അനുമോൾക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. ആ ജീവിത അനുഭവങ്ങൾ ഇവർക്ക് രണ്ടുപേർക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടം പോലെ ക്ലിപ്സ് ഉണ്ടാവും. നിങ്ങൾ തെരഞ്ഞൊക്കെ കിട്ടും. അത്രമാത്രം ഇവരെയാണ് തിരുത്തിയിട്ടും ഇവരെയാണ് നേർവഴിക്ക് നടത്താനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ആദിലയുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മനുഷ്യത്തെയാണ് ഈ പറയുന്ന അനുമോള്. അവസാനം തിരിച്ച് ഇങ്ങോട്ടായ അവളുടെ എന്താണ് അത് തെളിച്ചു പറയണമല്ലോ. ഫെയിമാ, വീടാ, കാറാപ്പാണോ, വീട്ടുകാരാ? പണമൊന്നല്ല ഫെയിം. ഇത്രയൊക്കെ ഉണ്ടല്ലോ. കൂട്ടണ്ട ഫെയിം. ഇല്ല, ഇത്രയൊക്കെ ഉണ്ടല്ലോ. അവള് പറയട്ടെ, ചിലപ്പോ എല്ലാണ്ടോ ഇല്ലാന്ന് അറിയാണ്ട്. അല്ല ഫെയിം ബേബി. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ നമുക്ക് ഫെയിം ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നിൽക്കാനൊക്കെ പറ്റും. PR സപ്പോർട്ട് ഫെയിം ഒക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും ഇല്ല. ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇത്ര ദിവസം നിന്നതിന് നമുക്ക് ഭാഗ്യം. അതന്നെ ഞാനറിയിക്കുന്നത്. ഈ PR ഒന്നും ഇല്ലാത്തൊരു നിന്നേ പൊന്നു മക്കളെ കായ് എറിഞ്ഞു കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അകത്തുനിന്ന് ഈ ഡ്രാമ കാണിച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. തുറന്നങ്ങ് പറയണം. എല്ലാവരും പറഞ്ഞില്ല ഞങ്ങൾക്ക് PR ഉണ്ട് എന്നുള്ളത്. അതേപോലെ തുറന്ന് പറയണം. ഓക്കെ, ഇനി PR ഒരു വലിയ സംഭവം എന്നുള്ള കാര്യമല്ല, അപ്പൊ അത് പോട്ടെ. എന്തൊക്കെയായാലും പുറത്ത് ഇത്രയും മാത്രം ആളുകൾ വരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ഇവിടെ LGTV സപ്പോർട്ട് ചെയ്യാത്ത കോമൺ ആയ ആളുകളൊക്കെ പൊട്ടന്മാരാണ്, വിഡ്ഢികളാണ് എന്ന് തുറന്നു പറഞ്ഞ ഇവരെ ഇപ്പോഴും അപ്പോഴും എപ്പോഴും സപ്പോർട്ടോ. കൊള്ളാം, അടിപൊളി. ഇവിടെ നിന്ന് ഒരാൾക്കാര് പറഞ്ഞു, അനുവിന്റെ ഫ്രണ്ട്സ് എല്ലാരും പറയലുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ആണ്, അതുകൊണ്ട് സൂക്ഷിച്ചോന്ന് എത്ര പേര് ഇവിടെ നിന്ന് പോയ ആൾക്കാരടക്കം പറഞ്ഞു. അതൊന്നും മകൾക്കാളെ കാണിച്ച സ്നേഹത്തിന് തിരിച്ചും സ്നേഹിച്ചു ഫ്രണ്ടായിട്ട്. അതിനിപ്പ നല്ല എട്ടിന്റെ പണി കിട്ടി. പോവാനായിന്ന് ആ പെണ്ണ് മനസ്സിലായി. ഞാൻ ഈ ആഴ്ച പോകുന്നത് ആ പെണ്ണറിയാം. അപ്പൊ സംഭവം എന്തിലോട്ട് അടുക്കുന്നുണ്ട്. ഏതൊക്കെ സുഹൃത്തുക്കളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന അത് നെവിനാണ്. നെവിനൊക്കെ ഒരു സുഹൃത്തായിട്ട് കാണാൻ തുടങ്ങി. എന്തായാലും ആവട്ടെ. ഇതേ കാര്യം തന്നെ ഷാനവാസ്കായോട് ഇന്ന് രാത്രി ഇപ്പോ 12 മണി ഏകദേശം 11:45 സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. ഇതേ ആതിര തന്നെ ഉറങ്ങിയിട്ടില്ല, ഒരു ലൈവിൽ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽ വീണ്ടും തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഷാനവാസ്കയോട് ഇവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. കൊള്ളാം. എന്തായാലും ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ജീവിതത്തിൽ ആർക്കും ഉണ്ടാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെ നിൽക്കുന്ന സമയത്ത് ചങ്ക് പറിച്ചു തന്ന് പിന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു തെറ്റ് പറ്റുമ്പോഴത്തേനും അവരെ കുറിച്ചിട്ടുള്ള എല്ലാ കഥകളും മറ്റുള്ള കാര്യങ്ങളും സീക്രട്ടൊക്കെ ജനങ്ങളിലേക്ക് വിളിച്ചു പറയുന്ന സുഹൃത്തുക്കൾ, അതൊക്കെ വലിയ അപകടമാണെന്നുള്ളതാണ്. ഇവിടെ ആദിലയുടെ നൂറയുടെ സ്വഭാവം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അതേപോലെ അനുമോളുടെ ഭാഗത്തും ഇഷ്ടം പോലെ തെറ്റുണ്ട്. അനുമോളും ഇതേപോലെ തന്നെ പനീഷറിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സൗഹൃദ വലയങ്ങളൊക്കെ വലിയ അപകടമാണെന്നുള്ളതാണ്. എന്തായാലും ഈ ആഴ്ച പോകുമെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി എന്നുള്ളത് ജനങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. പറയുന്നില്ല, ഒക്കെ വെറും ഒരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ അറിയോ, ഓള് തന്നെ പറയുന്നു ഓളെ ഫെയിം കണ്ടിട്ട് നമ്മൾ നിൽക്കുന്നു. ഓക്കറിയാം ഓൾക്ക് പുറത്തെല്ലാം സപ്പോർട്ട് ഉണ്ടെന്നും ഓക്ക് നല്ല ഫെയിം ഓള് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓള് ഇവിടുന്ന് പോവില്ല. നോക്ക് നല്ല ധാരണ ഉണ്ട്. സ്റ്റിൽ നമ്മളോട് നാടകം കളിക്കുന്നത് എന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒന്ന് പറയാം എന്റെ ഫെയിം കണ്ടിട്ടല്ല എന്നോട് കൂടുന്നത് എന്നുള്ള രീതിക്ക് ആലോചിക്ക. സോ ബാഡ്. അതെനിക്ക് അത്ര തന്നെ പറയുള്ളൂ. നിങ്ങൾ ആ ഫെയിം കണ്ടിട്ട് തന്നെയാണ് കൂടെ കൂടിയിട്ടുള്ളത്. അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടെ കൂടിയിട്ടുള്ളത്? നിങ്ങൾ അങ്ങോട്ടാണ് ചെന്ന് കൂടിയിട്ടുള്ളത്, ഇങ്ങോട്ട് വന്ന് കൂടിയതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെന്ന് കൂടിയതാണ്. കുറെ വീഡിയോസ് ഒക്കെ നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും, പഴയ ലൈവ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും എന്നുള്ളതാണ്. ഇവരങ്ങോട്ട് പോയി മുട്ടും. അതേപോലെ തന്നെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ പോക്കറ്റിലാക്കി വെച്ചില്ലേ, അയാളുടെ ഗെയിം കൊണ്ട് തകർത്തില്ലേ, അയാൾ സംസാരിക്കണം മുഴുവൻ ഇവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നൂറ നല്ല ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഗെയിം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റിയിൽ വളരെ മോശമാണ്. ബഹളം വെക്കുന്നതിൽ ആണുങ്ങൾ അങ്ങോട്ട് കമാൻഡ് ചെയ്യും, ഇങ്ങോട്ട് കമാൻഡ് ചെയ്യുന്നതിനെ വേറെ രീതിയിൽ കാണുകയും ഞാൻ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയരുതെന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഉണ്ട് അവിടെ. നമ്മളൊരിക്കലും ഇവിടെ ഇപ്പൊ മേ ബി നമ്മള്
ഞാൻ പറയട്ടെ, നമ്മളടുക്കം നമുക്കിപ്പോ ഫെയിം ഉണ്ട്. നമ്മളെന്തിനാ മറ്റുള്ളവര് ഫെയിം നോക്കി കൂടുന്നത്? ഇവിടെ എല്ലാവർക്കും ഫെയിം ഉണ്ട്. അതായത് ഇപ്പോഴാണ് ഫെയിം ഉള്ളത്, മുന്നേ ഈ ഫെയിം ഇല്ല. അത് മനസ്സിലാക്കിയേ കൊള്ളാം. അല്ല ബേബി, ലൈഫില് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ എന്താ പറയാ, പിന്നെ ഇവരൊക്കെ ഈ അടുക്കാൻ പറ്റുന്നതിനാലേ ഇവര് മീൻ ചെയ്യാതെയാണെങ്കിൽ അല്ലേ? അല്ല, എനിക്കിപ്പോഴും അറിയാനുള്ളത് ആ ആള് എന്ത് ഉദ്ദേശത്തിലാണ് നമ്മളോടും കൂട്ടുകൂടിയത്. അതാണ് എനിക്ക് അറിയാനുള്ളത്. ഇവിടെ നിന്ന് പോകാനുള്ള കോണ്ടന്റാ ഇവിടെ ഫെയിം ഉണ്ട്. ഫെയിമിന്റെ കാര്യമല്ല, ഇവിടെ നിന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനോ ആ ഒരു ട്രാക്ക് പിടിക്കാനോ, ലവ് ട്രാക്കിനുള്ള ആൾക്കാരില്ല. ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കാനായിരുന്നു. അതിനിങ്ങനെ അഭിനയിച്ച് ഒരു നല്ല ഫ്രണ്ടാണെന്ന് അഭിനയിച്ച് ഇത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് നൂറ പറഞ്ഞത്. അതായത് ആദിലെ വളച്ചൊടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സുഹൃത്തുക്കളുണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ കൂടെ നിൽക്കുന്ന ആളുകൾ നല്ലവരാണോ ചീത്തവരാണോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു സമയം അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ആദിലയെയും നൂറയെയും എറുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ആളുകൾ കൂടുതൽ വോട്ടുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് PR ബലം കൊണ്ട് മാത്രമല്ല, ഈ ഷോയിലൂടെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വോട്ടുകൾ തിരിക്കുന്നതും മറിക്കുന്നതും എന്നുള്ളതാണ്. വെസൽ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ അതേ തെറ്റ് ഈ പറയുന്ന നൂറയും മുന്നേ ആവർത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും പഴിചാരാൻ കഴിയില്ല. പുറം നിൽക്കുന്ന നമ്മക്കേ പഴിചാരാൻ പറ്റുള്ളൂ, നമ്മക്കേ ഇവരെ വലിച്ചു കീറാൻ പറ്റുള്ളൂ. ഇവർക്ക് അങ്ങോട്ടും വലിച്ചു കീറാൻ പറ്റില്ല. ഇവരവിടെ എന്തെങ്കിലും ബഹളം വെക്കുന്നുണ്ടെങ്കിൽ അതേ ബഹളം ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇതേ നൂറ തന്നെ ഒരുപാട് നിയമം ലംഘിച്ച ആളാണ്. ആ ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഒറിജിനലാണോ അതോ ഇനി അവരെ പൈസ കൊടുത്ത് കൊണ്ടുവന്നാണോ എന്ന് ആരുണ്ട് സംശയാവുക. ഇവിടെ എല്ലാരും സംശയാവുക, നാളെന്താ പറയാൻ പോകുന്നതെന്നുള്ളൊരു ഇതില്. മനസ്സിലായില്ല കേട്ടോ. ഏതൊരു ലേഡി വന്ന കഥ പറയുന്നു. ഇനി ഫാമിലി വീക്കിൽ ആരെങ്കിലും ഫാമിലി വന്ന കഥയാണെന്ന് എനിക്കറിയില്ല. പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണോ എന്നുള്ള വാക്ക് പറയുന്നത്. അതാണ് ആദിലയുടെ നാക്കിന്റെ പ്രത്യേകത. ആരെങ്കിലും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിരൽ മാറി വേറെ വല്ല ആളുകൾക്ക് വോട്ട് ചെയ്യും. ഈ ഡയലോഗ് കേട്ടിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യേണ്ട ബേബി. ഓ ഇല്ല ബേബിയെ, വിഷം പല രീതിക്ക് അന്ന് നെവിൻ നമ്മളോട് പറഞ്ഞു, ഇവള് തക്കം കിട്ടിയ ഇവള് നിങ്ങളെ ബാക്ക് ബൈറ്റ് ചെയ്തോ, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് നിങ്ങളെ തള്ളി പറയുന്നു കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്ന് പറഞ്ഞു അതൊന്നും ചെയ്യൂല, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാന്നുള്ള. അന്ന് എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്? എല്ലാത്തൊരവസ്ഥ കേട്ടോ. നിങ്ങൾക്ക് ബേബി വിളി കേൾക്കുമ്പോൾ എന്തെങ്കിലും തമാശ തോന്നുന്നുണ്ടോ? ഞാൻ ഏതൊരു സിനിമയിൽ അങ്ങനെ എന്തോ ഒരു വേർഡാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. ആ ബേബി, ഓ ബേബി, ആ എന്തെങ്കിലും ആവട്ടെ. കൊള്ളാം, എന്തായാലും നല്ല കോംബോയാണ്. 3 പേര് ഒരുമിച്ചുള്ള കോംബോ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. ഇവിടെ ഒറ്റക്ക് നിന്ന് പടപൊരുതിയാൽ കപ്പടിക്കാം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ അനീഷേട്ടൻ പോലും ഷാനവാസ് ഖാന്റെ ഭാഗത്തുനിന്ന് മാറി ഒറ്റക്ക് നിൽക്കേണ്ടി വരും. ഇനി നിന്ന് കഴിഞ്ഞാൽ കപ്പടിക്കാനേ പറ്റുള്ളൂ. അയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം അയാളുടെ വോട്ടുകൾ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് ഈ ടീംസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതിലിടയിൽ നൂറുടെ അടുത്ത് അവർ പറഞ്ഞ എന്തും അത് ആപ്തവാക്യമാക്കിയിട്ടാണ് ഷാനവാസ് ഖാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കുറുക്ക സ്വഭാവമുള്ള ആളുകളാണ്. അനുമോൾ ആദ്യം വന്ന സമയത്ത് ഒറ്റക്ക് നിന്നിരുന്നു. അതേപോലെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കപ്പടിക്കാം, വേറെ ഒന്നും പറയുന്നില്ല. എന്തായാലും ഇപ്പൊ അതിലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ അത് അനീഷേട്ടനും അനുമോളാണ്. എന്നിട്ടും അവരെല്ലാവരും കൂട്ടമായി ആക്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരേ അർത്ഥമേ ഉള്ളൂ, അവര് ഗ്രാൻഡ് ഫിനാലെ ടോപ്പ് 1ഉം 2ഉം ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ട് ഇവിടെ പോൾ സൈനിങ്.